എളുപ്പമാണ്. അപ്പം കുട്ടികളൊക്കെ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ കപ്പി കാച്ചാതെ ചോറ് ചേർത്ത് കുഴച്ച് വെച്ച് നോക്കട്ടോ. നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടും. 2 മണിക്കൂറും കൊണ്ട് നമുക്ക് ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനിടെ നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുക്കാം കേട്ടോ. തേങ്ങ ചിരണ്ടിയതിലേക്ക് നമ്മൾ ഈ ഡ്രൈ ഈസ്റ്റ് വാങ്ങാൻ കിട്ടും ബേക്കറി ഷോപ്പുകളിൽ, തരി പോലത്തെ. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം 1/2 സ്പൂൺ അതും, അതുപോലെ തന്നെ 1 സ്പൂണോളം പഞ്ചസാരയും, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചോറുണ്ടല്ലോ, ആ ചോറ് ഒരു തവി ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ശരിക്കും നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഈ അരച്ചെടുക്കുന്നത് നമുക്ക് കപ്പി കാച്ചുന്നതിന് പകരമായിട്ട് ചെയ്താൽ മതി. അപ്പം കുട്ടികൾക്ക് എളുപ്പമുണ്ടല്ലോ, കപ്പി കാച്ചാനായിട്ട് പോവുകയും വേണ്ട. അപ്പം ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്, അതായത് നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വയ്ക്കുക. കുഴച്ച് വെച്ചിട്ട് നമ്മളിപ്പം ഒരു വൈകുന്നേരം ഒരു 3 മണി 4 മണി ടൈമൊക്കെയാണ് കുഴച്ച് വെക്കുന്നതെങ്കിൽ ഒരു 5 മണി 6 മണി ടൈമിൽ നമുക്ക് ഇതുപോലത്തെ ചുട്ടെടുക്കാനായിട്ട് എളുപ്പമുണ്ടാകും. 2 മണിക്കൂർ മതി കേട്ടോ. പാലപ്പച്ചട്ടിയിലേക്ക് ഇതുപോലെ കോരി ഒരു തവി ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലേസ് പോലത്തെ അരികൊക്കെ നല്ല തുള വീണ പാലപ്പം റെഡിയാക്കി കിട്ടും. നല്ല കടലക്കറിക്കൊപ്പൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി അപ്പാണ്. ഉണ്ടാക്കി നോക്കുക, ശരിയാവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ. ബൈ.